പാർട്ടിയിൽ പ്രായപരിധിയിൽ ചിലർക്ക് ഇളവ് നൽകുന്നത് വ്യക്തികളെ പരിഗണിച്ചല്ല, അവർ പാർട്ടിക്ക് എങ്ങനെ ഗുണം ചെയ്യും എന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എളമരം കരീം. പുതിയ നയരേഖ ഒരു തരത്തിലും സർക്കാരിന് മെച്ചപ്പെടുത്താൻ സാധ്യമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കാനുള്ള നയമാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അപ്പോൾ ഈ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖ അത് പൂർണ്ണമായും ഈ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോവുകയാണ്. ഒരിക്കലല്ല. ആ രേഖ നിങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടില്ല, നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല. ചില തുണ്ട് ഇതൊക്കെ പുറത്തു വന്നതിന് അടിസ്ഥാനത്തിലായി പറയുന്നത്. ഇന്നലത്തെ പ്രധാന പ്രമേയം പൊതുമേഖലാ സംരക്ഷണം. കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലയെ തകർക്കുന്നതിനെതിരെ ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുക, അതാണ് നയം. പൊതുമേഖലയിൽ ആരംഭിച്ചതും ദീർഘകാലമായി അടഞ്ഞു കിടക്കുന്നതുമായ സ്ഥാപനങ്ങളുണ്ടാവും, ചിലപ്പോൾ പുനരുദ്ധരിക്കാൻ പോലും കഴിയാത്തത്. അതിൻ്റെ ടെക്നോളജി ഒബ്സലേറ്റ് ആയിട്ടുണ്ടാവും, തൊഴിലാളികളൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടാവും, ഭൂമി മാത്രം കിടക്കുന്നു. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും? കോടാനുകോടി ഉറുപ്പ്യ മുടക്കിയിട്ട് അത് പുനരുദ്ധരിക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് സാധ്യമല്ല. എന്നാൽ IT പാർക്കോ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ സ്ഥാപിക്കുന്നതിൽ തെറ്റില്ല. അതിനൊന്നും കഴിയാത്തത് വെറുതെ ഭൂമി കൊടുക്കണം. അവിടെ ഒരു വ്യവസായ സ്ഥാപനം കൊണ്ടുവരാൻ എന്താണ് വഴി എന്ന് ആലോചിക്കുക എന്നുള്ളതാണ്. അതൊരു തീരുമാനമല്ല, ഒരു ആശയമാണ്. അങ്ങനെ ആലോചിച്ചുകൂടെ? ഇപ്പം ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് പെരുമ്പാവൂർ റയോൺസിൻ്റെ ഭൂമി സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കാൻ ഞങ്ങൾ ആലോചിച്ചതാണ്. പക്ഷെ അന്നത് നടന്നില്ല. അതുപോലെ പലതും, ചിലത് അങ്ങനെ ആലോചിക്കല്ലാണ്ട് വേറെ നിവൃത്തിയില്ലാതെ വരും. ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത എത്രയോ സ്ഥാപനങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ വരില്ല. അല്ല, അത് ഒരു ജനറൽ പ്രിൻസിപ്പിളല്ലേ. അത് ഒരാളെയോ അല്ലെങ്കിൽ രണ്ടാളെയോ ആവശ്യമാണെങ്കിൽ എക്സെപ്ഷൻ കൊടുക്കുന്നത് സംഘടനയ്ക്ക് ഗുണമാവുമല്ലോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലാതെ ആളെ നോക്കിയിട്ടല്ല.